Good afternoon. ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീൻ ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ നിങ്ങക്ക്? അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെ വരെയായിരുന്നു പറഞ്ഞത്? പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. അതിൽ 2 പോയിന്റ്സ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ? ഒന്നാമത്തെ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? പേജ് നമ്പർ നിങ്ങളുടെ ടെക്സ്റ്റിൽ എത്രയാണോ ഞാനിവിടെ ഷെയർ ചെയ്ത് 116 ആണ് അല്ലെ? ഞാൻ ഷെയർ ചെയ്ത് 135 116 116 പേജ് നമ്പർ. നമ്മള് എന്താണ് കഴിഞ്ഞ ക്ലാസ് നോക്കിയത്? പർപ്പസ്. എവിടെ വരെയാണ് നമ്മൾ പർപ്പസ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. അതെ കഴിഞ്ഞ ക്ലാസ്. അതെ, ഓക്കെ. അപ്പൊ അതിനകത്ത് നമ്മൾ പർപ്പസ് ഒന്നാമത്തെ എന്താ പറഞ്ഞത്? പ്ലാനിങ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെ? അതായത് നമുക്ക് ഹോസ്പിറ്റലിലുള്ള നമുക്ക് അച്ചീവ്മെന്റ്, നമ്മുടെ നേട്ടങ്ങളെ വിലയിരുത്തുന്നതിലൂടെ നമുക്ക് ഇനി ഫ്യൂച്ചറിലേക്ക് ഇപ്പൊ നമുക്ക് ഓഡിറ്റ് നടത്തി ദൃശ്യം ഏതുമായിട്ട് റിലേറ്റ് ചെയ്തതാ മോള് ചോദിച്ചത്? CPA. ഓക്കെ, ഇത് പറയാം കേട്ടോ, എന്നിട്ട് ഞാൻ നോക്കിയിട്ട് പറയേ. ഈ നമ്മൾ ഏതാണ് വൈ ഓഡിറ്റ് എന്നുള്ളതിലുള്ള പോയിന്റിൽ ലാസ്റ്റ് പോയിന്റ് ഇത് തന്നെയല്ലേ CPA? അത് റിലേറ്റഡ് ടു ഓഡിറ്റിനും കൂടി നമ്മളത് പറയണം കേട്ടോ, എങ്കിലാണ് അത് ഇതാവുള്ളൂ. CPA എന്ന് പറഞ്ഞാൽ സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് ആണ്. ACCOUNTANTS അക്കൗണ്ടൻസ്. സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. നമ്മൾ ഏതും എക്സ്പാൻഡഡ് ഫോം പറയുമ്പോൾ റിലേറ്റഡ് ടു ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്നുള്ളത് നോക്കണം. പല എക്സ്പാൻഡഡ് ഫോംസ് ഉണ്ടാവും. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്. CPA നമ്മളിവിടെ ഓഡിറ്റിൽ CPA എന്ന് പറഞ്ഞ എക്സ്പാൻഡഡ് ഫോം പറഞ്ഞത് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് എന്നാണ്. ഓക്കെ, ഈ പർപ്പസ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? നമ്മളിപ്പോ ഓഡിറ്റ് നടത്തും. ഓഡിറ്റ് നടത്തിയിട്ട് നമ്മുടെ ഇപ്പൊ ഹോസ്പിറ്റലിലെ നേട്ടങ്ങൾ വിലയിരുത്തുന്നതിലൂടെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും? ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനിങ് അല്ലെ? ഫ്യൂച്ചറിലേക്കുള്ള ആസൂത്രണങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഓഡിറ്റ് നടത്തുമ്പോൾ അവിടുത്തെ പെർഫോമൻസ് കുറവാണ്, ക്വാളിറ്റി കുറവാണെന്നൊക്കെയാണ് നമ്മൾ ഓഡിറ്റിലൂടെ വിലയിരുത്തുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും അല്ലേ? കുറച്ചുകൂടി നമ്മൾ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ കൂടി നമുക്ക് ആസൂത്രണം ചെയ്യാം എന്നുള്ളത് നമുക്ക് ഓഡിറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു. അതാണ് ഓഡിറ്റ് ചെയ്യുന്നതിന്റെ, ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. പ്ലാനിങ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റില ഫോർ കമ്പാരിസൺ പർപ്പസ് വിത്ത് എ വ്യൂ ടു ഇംപ്രൂവിംഗ് ദ സർവീസസ്. എന്ത് ചെയ്യുക? കമ്പാരിസൺ പർപ്പസ്. അതായത് ഇപ്പോഴെങ്ങനെയുണ്ട് ഓഡിറ്റ് ഇപ്പൊ നടത്തിയിട്ട് അവിടുത്തെ കണക്ക് കാര്യങ്ങളും എല്ലാവരും ഒക്കെയാണോ? ഇനി നമുക്കത് എന്താണ് പാസ്റ്റില് കഴിഞ്ഞു പോയത് എങ്ങനെയാണ്? അങ്ങനെ നമുക്കൊരു കമ്പാരിസൺ നടത്താൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ അത് ഓഡിറ്റ് ചെയ്തപ്പോൾ ഇപ്പോഴത്തെ ഓഡിറ്റിങ് അത് തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സർവീസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ആ ഒരു ആവശ്യം അതാണ് അടുത്തത് പറഞ്ഞത്. ഏതാണ്? ഫോർ ദ കമ്പാരിസൺ പർപ്പസസ്. കമ്പയർ ചെയ്യാനായിട്ട് അല്ലെ? അതായത് ഇപ്പത്തെ പഴയതുമായിട്ടുള്ള ഹോസ്പിറ്റലിന്റെ നമ്മുടെ ഓഡിറ്റിലൂടെ നമ്മൾ അസസ് ചെയ്യുന്ന കാര്യങ്ങള് ഇപ്പോഴും പഴയതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? സർവീസിൽ ഇംപ്രൂവ്മെന്റ് വരുത്താൻ പറ്റും. അടുത്ത നോക്കിയേ, ഇറ്റ് ഈസ് regulatory in nature and ensure full and effective utilization of staff and facilities available. It is regulatory in nature. ഇതെന്താണ്? ഇതെന്ന് പറഞ്ഞൊരു നമുക്ക് ഒരു നിയന്ത്രണപരമായിട്ടുള്ള കാര്യമാണെന്ന്. അതായത് എന്തിന്റെ? that ensure full and effective utilization of staff and facilities available. അവിടെ ആ ഹോസ്പിറ്റലില്
ലഭ്യമായിട്ടുള്ള എല്ലാ സ്റ്റാഫുകളെയും പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, അതുപോലെ അവിടുത്തെ ഫെസിലിറ്റികളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അല്ലെ ഒരു ഫലപ്രദവും അതുപോലെ പൂർണ്ണവുമായിട്ടുള്ള ഉപയോഗം ഉറപ്പാക്കുന്നതിന് ഇതെന്താണ്, ഒരു കൺട്രോൾഡ് ആണ്, ഒരു നിയന്ത്രണാതീതമാണ്. അതാണ് റെഗുലേറ്ററി ഇൻ നേച്ചർ എന്ന് പറയുന്നത്, നിയന്ത്രണാതീതമാണ്. അതായത് നമുക്ക് ഇപ്പോ നിലവിലുള്ള സ്റ്റാഫുകള് അല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റാഫുകളെ പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, ഹോസ്പിറ്റലിലെ സൗകര്യങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്താണ് ആ ഓഡിറ്റിലൂടെ നമുക്ക് മാക്സിമം ആ ഒരു അതിന്റെ ഫലപ്രാപ്തി അല്ലെ അല്ലെങ്കിൽ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് ഒരു കൺട്രോൾഡ് ആണ്, ഒരു റെഗുലേറ്ററി നേച്ചർ ആണ്, അതൊരു പരിമിതമാണ്, അതിന്റെ ഉള്ളിൽ ഉള്ളത് കൊണ്ട്. അതായത് ഇപ്പൊ ഉള്ള സ്റ്റാഫുകളെ അല്ലെങ്കിൽ ഫെസിലിറ്റി അല്ലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സ്റ്റാഫിന്റെയും അവിടുത്തെ ഫെസിലിറ്റികളുടെയും ഒക്കെ പൂർണ്ണവും ഫലപ്രദമായിട്ടുള്ള ഉപയോഗം ഉറപ്പാക്കുന്നു. അതിലൂടെ നമുക്കത് എന്താണ് ശരിക്കും ഒരു നിയന്ത്രണാതീതമാണ്. നെക്സ്റ്റ് പോയിന്റ് നോക്കി, ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് പ്രോഗ്രാം ആൻഡ് ദ സർവീസസ് പുട്ട് ഇൻ ടു പ്രാക്ടീസ്. എന്ത് ചെയ്യാൻ പറ്റുന്നു, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നു. എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി, കാര്യക്ഷമത, അതിന്റെ ഫലപ്രാപ്തി അല്ലെ എല്ലാം നമ്മുടെ എന്തിന്റെ ഓഫ് ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് സർവീസസ് പുട്ട് ഇൻ ടു പ്രാക്ടീസ്. അതായത് ഇപ്പൊ നമ്മൾ നടപ്പിലാക്കിയ ഈ ഹെൽത്ത് പ്രോഗ്രാമിന്റെയും അതുപോലെ സേവനങ്ങളുടെയും ഒക്കെ അതിന്റെ കാര്യക്ഷമതയും അതിന്റെ എഫക്റ്റീവ്നെസ് ഫലപ്രാപ്തിയും ഒക്കെ വിലയിരുത്താനായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതും ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഒരു പർപ്പസ് ആയിട്ട് വരും, ഒരു ഉദ്ദേശമാണത്. എന്താണ് ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ഹെൽത്ത് പ്രോഗ്രാം ആൻഡ് സർവീസസ്. നമ്മുടെ ആരോഗ്യ പരിപാടികളുടെ സേവനങ്ങളുടെ എഫിഷ്യൻസി അല്ലെ അതിന്റെ ഫലപ്രാപ്തി ഇതൊക്കെ വിലയിരുത്തുക അതൊരാവശ്യമാണ്. Then narrate and measure present performance. Narrate and measure present performance. ഇപ്പോഴത്തെ പെർഫോമൻസ് narrate ചെയ്യാന്ന് വെച്ചാൽ അത് വിവരിക്കുക. narrate and measure അളക്കുക. present performance അത് നമ്മൾ മെഷർ ചെയ്യുക, അളക്കുകയും അതുപോലെ അത് എക്സ്പ്ലെയിൻ ചെയ്യുക, അത് വിവരിക്കുകയും ചെയ്യുന്നു. അത് ഒരു ഉദ്ദേശമാണ്. ഇപ്പൊ നിലവിലെ ഹോസ്പിറ്റലിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ആ ഓഡിറ്റിലൂടെ നമുക്ക് അത് മെഷർ ചെയ്യാനും അതിനെ വിവരിക്കാനും സാധിക്കുന്നു. ഹെൽപ്പ് ഡെവലപ്പിംഗ് ഒബിയസ് സ്റ്റാൻഡേർഡ്സ്. ഹെൽപ്പ് ഡെവലപ്പിംഗ് ഒബിയസ് സ്റ്റാൻഡേർഡ്സ്. ഒബിയസ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ വികസിപ്പിക്കാൻ ക്ലിനിക്കൽ ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഹെൽപ്പ് ഡെവലപ്പിംഗ് ഒബിയസ് സ്റ്റാൻഡേർഡ്, വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വികസിപ്പിക്കാൻ ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നു. റെക്കമെൻഡ്സ് വാട്ട് റിക്വയർസ് ടു ബി ചേഞ്ച്ഡ്. മാറ്റേണ്ട കാര്യങ്ങൾ, അതായത് ഈ ഓഡിറ്റ് നമ്മൾ നടത്തിയിട്ട് നമുക്ക് എന്താണ് അവിടെ ഏത് മേഖലയിലാണ് അല്ലെങ്കിൽ ഒരു ഇത്തിരി മോശമായിട്ടുള്ള പെർഫോമൻസ് ഉള്ളത്, അല്ലെങ്കിൽ ക്വാളിറ്റി കുറവ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു താഴെ ഉള്ള ഒരു ഏരിയ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലായിട്ട് നമുക്ക് അതിനുള്ള മാറ്റങ്ങൾ അല്ലെ അത് ഇനി എവിടേക്കാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ട് വരുന്നത്, എന്തൊക്കെയാണ് അവിടെ മാറ്റങ്ങൾ വരുത്തേണ്ടത്, ഇതെല്ലാം ഒരു റെക്കമെൻഡ് ചെയ്യാനായിട്ട് അതൊക്കെ ശുപാർശ ചെയ്യാനായിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. recommends what requires to be changed. അതായത് ഓഡിറ്റ് നടത്തിയിട്ട് ബാക്കിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ക്വാളിറ്റി കുറവുള്ള മേഖലകൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവിടെ മാറ്റങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ശുപാർശകൾ ചെയ്യാം. അടുത്ത നോക്കിയ ഹെൽപ്പ് ടു മൊബിലൈസ് റിസോഴ്സസ് ഫോർ ചേഞ്ചസ്. മാറ്റത്തിനായിട്ടുള്ള റിസോഴ്സുകൾ എന്ത് ചെയ്യാൻ സമാഹരിക്കാൻ സഹായിക്കുക. ഹെൽപ്പ് ടു മൊബിലൈസ് റിസോഴ്സസ് ഫോർ ചേഞ്ചസ്. ഇനി മാറ്റങ്ങൾ കൊണ്ടുവരണം അല്ലെ, ഓഡിറ്റ് നടത്തി കുറച്ചുകൂടി ബെറ്റർ ആക്കണം എന്നാണെങ്കിൽ അതിന് വേണ്ട റിസോഴ്സുകൾ വേണം, വിഭവങ്ങൾ വേണം, അത് സമാഹരിക്കാൻ സഹായിക്കുക. അടുത്ത നോക്കിയേ അപ്രൈസസ് ദാറ്റ് പാസ്റ്റ് ആൻഡ് മോഡിഫൈ ദ പ്രസന്റ് പ്രോസസ്. അപ്രൈസ് ചെയ്യാന്ന് വെച്ചാൽ
ചെയ്യുക. അല്ലെ, ഭൂതകാലത്തെ നമ്മുടെ പാസ്റ്റില് കഴിഞ്ഞു പോയ കാര്യങ്ങളെ വിലയിരുത്തുകയും മോഡിഫൈ ദ പ്രസന്റ് പ്രോസസ്, ഇപ്പൊ നിലവിലുള്ള പ്രോസസ്സ് അതിനെ മോഡിഫൈ ചെയ്യാനും ഈ ക്ലിനിക്കൽ ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. ഈ ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ഒരു ലക്ഷ്യമാണ് നമ്മുടെ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ വിലയിരുത്താൻ, പ്രസന്റ് പ്രോസസ്സിനെ മോഡിഫൈ ചെയ്യാനും ഈ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ത് ചെയ്യുന്നു, ചെയ്യുന്നതിന്റെ ഒരു പർപ്പസ്, ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഉദ്ദേശമാണ്. ആ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. പർപ്പസ് എന്താണ്? ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? അതായത് നമ്മളെന്ന് പറഞ്ഞ മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്, സ്റ്റാഫിനെയും അവിടുത്തെ ഫെസിലിറ്റികളുടെയും ഫലപ്രാപ്തി, അല്ലെ, ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു ഉപയോഗം അത് ഉറപ്പുവരുത്തിക്കൊണ്ട് ആ ഒരു നിയന്ത്രിതമായിട്ടുള്ള ചട്ടക്കൂടിനുള്ളില് റെഗുലേറ്ററി നേച്ചറാണ് അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യുക, നമ്മുടെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുക. അതിന് ക്ലിനിക്കൽ ഓഡിറ്റ് ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്ത ഹെൽത്ത് പ്രോഗ്രാമിന്റെ സർവീസ്, ഇപ്പോ നിലവിലുള്ള ഹെൽത്ത് പ്രോഗ്രാം സർവീസ് ഇതിന്റെയൊക്കെ എഫക്റ്റീവ്നെസ് എഫിഷ്യൻസി ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്, പ്രസന്റ് പെർഫോമൻസ് അത് വിവരിക്കാനും മെഷർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമുക്ക് വ്യക്തമായ മാനദണ്ഡങ്ങൾ വികസിപ്പിക്കാൻ സാധിക്കുന്നു. പിന്നെ നമുക്ക് ഏതൊക്കെ ഏരിയയിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് അതിനുവേണ്ട ശുപാർശകൾ ചെയ്യാൻ സഹായിക്കുന്നു. പിന്നെ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ സമാഹരിക്കാൻ സഹായിക്കുന്നു. പാസ്റ്റിനെ വിലയിരുത്തുന്നു, പ്രസന്റ് പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു. ഓക്കെ, സിസ്റ്റർ ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഇനി അടുത്തതാണ് പ്രീ റിക്വസിറ്റ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ്. ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യാൻ നമുക്ക് മുൻകൂറായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്ന്, ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യാൻ നമുക്ക് മുൻകൂറായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രീ റിക്വസിറ്റ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യാൻ നമുക്ക് മുൻകൂറായിട്ട് ആവശ്യമുള്ളത് എന്തൊക്കെയാണ്? അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ വേണം നമുക്കൊരു ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യാനായിട്ട്? ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യാൻ എന്തൊക്കെയാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ? ഫസ്റ്റ് നോക്കിയാൽ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി വേണം. ഒരു മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി വേണം. ഈ ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യാൻ അതിന് മുന്നേ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം, മുൻകൂറായിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. എന്താണ്? ഒന്നാമത്തെ ഒരു കമ്മിറ്റി, മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി വേണം. ഈ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാണെല്ലാം അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ, ആദ്യം ആരാണ് വരുന്ന കമ്മിറ്റിയിൽ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ചെയർമാൻ വേണം. ഓഫീസർ ഇൻചാർജ്, ഇൻചാർജ് ഉള്ള ഓഫീസർ, ഓഫീസർ ഇൻചാർജ് മാനേജർ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ഓഫീസർ ഇൻചാർജ് എന്ന് പറഞ്ഞാൽ മാനേജർ. അടുത്തത് അവിടെ കോമയുണ്ട് കേട്ടോ. മെമ്പർ സെക്രട്ടറി വേണം. മൂന്നാമതാണ് മെമ്പർ സെക്രട്ടറി. അടുത്തത് ഹെഡ് ഓഫ് ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഹെഡ് വേണം. അവരായിരിക്കും ഇത് മെമ്പേഴ്സ്. ഇവരെല്ലാവരും എന്താണ്? മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആണ്. അപ്പൊ ആരൊക്കെയാണ് ഇതിനകത്ത് മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാരൊക്കെയാ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ, ഓഫീസർ ഇൻചാർജ്, മെമ്പർ സെക്രട്ടറി, ഹെഡ് ഓഫ് ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇവരെല്ലാവരും മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആണ്. ഓക്കെ, ക്ലിയർ ആയോ? നാല് പേരുടെയും കാര്യം അവിടെ നോട്ട് ചെയ്ത് വെക്കാം. ഒരു മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവർ ആരെല്ലാം. ഓക്കെ അല്ലേ? അണ്ടർലൈൻ ചെയ്തോ അത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ, ഓഫീസർ ഇൻചാർജ്, അതാരെ? മാനേജർ ആയിരിക്കും അത്. ഓഫീസർ ഇൻചാർജ്. അടുത്ത മൂന്നാമത് മെമ്പർ സെക്രട്ടറി വേണം. പിന്നെ ആരാ വേണ്ടത്? ഹെഡ് ഓഫ് ദ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, പല ഡിപ്പാർട്ട്മെന്റിനുള്ള ഹെഡ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. ഇവരെല്ലാം ആണ് മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവർ. ഇനി നോക്കിയേ, വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്. ഇനി എന്ത് വേണം ക്ലിനിക്കൽ ഓഡിറ്റിന്? MRD എന്നുണ്ടോ? മാനേജർ ആണ് കേട്ടോ അത്. ഓഫീസർ ഇൻചാർജ്. അടുത്തത് മെമ്പർ സെക്രട്ടറി. പിന്നെ ഹെഡ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, ഇനി
ഇനി നോക്കിയേ, വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ റെക്കോർഡ്. ഒരു നല്ല ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡില് എന്തൊക്കെ കാര്യങ്ങൾ വേണം, ഇതും നോട്ട് ചെയ്യും കേട്ടോ. ഒരു മെഡിക്കൽ റെക്കോർഡില് നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡ്, ആ മെഡിക്കൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡില് എന്തൊക്കെ കാര്യങ്ങൾ വേണം? എന്തൊക്കെ കാര്യങ്ങളാ? ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ അതിനകത്ത് ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് കോമഡ് കേട്ടോ. ഹോസ്പിറ്റലിലെ സ്ഥിതിവിവര കണക്കുകൾ, ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹോസ്പിറ്റലിലെ സ്ഥിതിവിവര കണക്കുകൾ. പിന്നെ അടുത്ത ഹോസ്പിറ്റൽ റിസോഴ്സസ്, ഹോസ്പിറ്റലിലെ ഓരോ വിഭവങ്ങള്, അതിന്റെ റിസോഴ്സ് എവിടെയാണ്? ഹോസ്പിറ്റൽ റിസോഴ്സുകള്. Then ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്, ഓരോ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ യൂട്ടിലൈസ് ചെയ്യുന്നതിന്റെ റേറ്റ്, അതിന്റെ റെക്കോർഡ് വേണം. Then അഡ്മിഷൻ ഡേറ്റ, അഡ്മിഷൻ ഡേറ്റ. ഇതെല്ലാം ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡില് ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതാണ് ഒരു കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറഞ്ഞാൽ. എന്തൊക്കെ വേണ്ടേ? ഹോസ്പിറ്റലിലെ സ്റ്റാറ്റിസ്റ്റിക്സ്, സ്ഥിതിവിവര കണക്കുകള്, ഹോസ്പിറ്റൽ റിസോഴ്സസ്, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്, അഡ്മിഷൻ ഡേറ്റ. 4 കാര്യങ്ങളും അണ്ടർലൈൻ ചെയ്തിട്ട് മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാരൊക്കെ? ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ റെക്കോർഡിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഈ സ്റ്റേജസ് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് 6 സ്റ്റേജ് ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ ഘട്ടങ്ങൾ 6 സ്റ്റേജിലൂടെയാണ് ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് കംപ്ലീറ്റ് ആവുന്നത്. അതിന് ഫസ്റ്റത്തെയാണ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, ഓഡിറ്റിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, ഓഡിറ്റിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ്. രണ്ടാമത്തെയാണ് സെലക്ഷൻ ക്രൈറ്റീരിയ, സെലക്ഷൻ ക്രൈറ്റീരിയ, സെലക്ട് ചെയ്യാനുള്ള മാനദണ്ഡങ്ങള്. മെഷറിംഗ് പെർഫോമൻസ്, മൂന്നാമത്തേതാണ് സ്റ്റേജ് ഏതാണ്? പെർഫോമൻസ് മെഷർ ചെയ്യാണ്, മെഷറിംഗ് പെർഫോമൻസ്. അടുത്ത് നോക്കിയേ, 4മത്തെ മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്. ഇനി അവിടെ മെഷർ ചെയ്തതിനു ശേഷം ഇംപ്രൂവ്മെന്റ്സ് വേണമെങ്കിൽ അത് കൊണ്ടുവരികയാണ്, മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്. സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്, ഇംപ്രൂവ്മെന്റ് സസ്റ്റൈൻ ചെയ്യുന്നു, നിലനിർത്തുന്നു. റീ ഓഡിറ്റ്, 6മത്തേതാ? റീ ഓഡിറ്റ്, റീ ഓഡിറ്റ്, വീണ്ടും ഓഡിറ്റ് നടത്തുന്നു. അതാണ് സ്റ്റേജസ്. ഈ 6 സ്റ്റേജിന്റെ പേരിട്ട് സ്റ്റേജസ് ഏതാണെന്നുള്ള പഠിച്ചു വെക്കണം. അത് 4th സ്റ്റേജ് ഏതാണ്, 5th സ്റ്റേജ് ഏതാണ്, 2nd സ്റ്റേജ് ഏതാണ്, 3rd സ്റ്റേജ് ഏതാണ്, അങ്ങനെയും ചോദിക്കാം കേട്ടോ. പിന്നെ സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. 2 രീതിയിൽ ചോദിക്കാം. 6 സ്റ്റേജും ഏതൊക്കെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കാം. ഒന്നാമത്തെ എന്താ? പ്രിപ്പയർ ആണ്. നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ തയ്യാറാവൂലേ, അതാണ് ഫസ്റ്റ്. പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, ഓഡിറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. സെലക്ഷൻ, സെലക്ട് ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ, സെലക്ഷൻ ക്രൈറ്റീരിയ. പിന്നെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നു. മേക്കിംഗ് ഇംപ്രൂവ്മെന്റ് വരുത്തുന്നു. സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്, ഇംപ്രൂവ്മെന്റ് നിലനിർത്തുന്നു. റീ ഓഡിറ്റ് നടത്തുന്നു. ക്ലിയർ ആണോ? റീ ഓഡിറ്റ് നടത്തുന്നു. ഓക്കെ അല്ലേ? സ്റ്റേജുകള് 6 സ്റ്റേജും പേര് നോട്ട് ചെയ്യുക കേട്ടോ. ഇനി ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സ്റ്റേജ് 1, ഒന്നാമത്തെ സ്റ്റേജ് എന്തായിരുന്നു? പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, ഓഡിറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, തയ്യാറാവുക. അതിനകത്ത് ഫസ്റ്റത്തെ എന്താണ്? ഫസ്റ്റ് യൂസേഴ്സിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. അതാണ് കേട്ടോ, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. അവിടെ വേണമെങ്കിൽ നമ്പർ 1 ഇട്ട് വെച്ചു. അതിന്റെ യൂസേഴ്സ് ഇൻഫർമേഷൻ കണ്ടോ? എന്താ? ആദ്യം യൂസേഴ്സിന്റെ വിവരങ്ങള്, ഓഡിറ്റ് ചെയ്യാൻ വിവരങ്ങള് എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. യൂസേഴ്സ് ഇൻഫർമേഷൻ, യൂസേഴ്സിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. അതാണ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. ഇതും ചോദിക്കാം കേട്ടോ. അതായത് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതും നോക്കി വെക്കാം. പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്ന് ചോദിക്കാം. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ മാറ്റിയിട്ട് അവിടെ ഏതാണ് ഡാഷ് ഇട്ട് ചോദിക്കാം. ഇപ്പൊ 1, 2, 3 തരില്ല, പിന്നെ ബാക്കിയുള്ളത് ഉണ്ടാവും. 3മത്തെ ഏതാണെന്നുള്ളത് ആ സൈക്കിള് നമ്മൾ പഠിച്ചു വെക്കണം അവിടെ. ഓക്കെ, പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്. അപ്പൊ ഒന്നാമത്തെ ഓഡിറ്റിന് വേണ്ടിയുള്ള പ്രിപ്പയറിംഗ്, അതിനകത്ത് ആദ്യം എന്താ? ഒന്നാമത്തെ എന്താ ചെയ്യുന്നത്? യൂസേഴ്സിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ് കിട്ടിയോ? യൂസേഴ്സിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു. ഇനി അടുത്ത് നോക്കി, സെലക്ടിങ് എ ടോപ്പിക്. രണ്ടാമത്തെ എന്താ? ഇൻഫർമേഷൻ കളക്ട് ചെയ്തു. ആ ഇൻഫർമേഷൻ അനുസരിച്ച് ഏതൊക്കെ ഏരിയയിലെ പെർഫോമൻസിനാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്,
ഇതാണ് നമ്മൾ നോക്കുന്നത്. സെലക്ടിങ് എ ടോപ്പിക്. ആ ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യുക. അതായത് ഏത് ഏരിയയില് ആ നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഏത് ഏരിയയിലെ പെർഫോമൻസ് എവിടെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കുകൾ സെലക്ട് ചെയ്യുന്നു. ഇന്ന ഏരിയ എന്നുള്ളത്. അതായത് ഈ ഒരു സെലക്ടിങ് ടോപ്പിക് ഏതൊക്കെ ഏരിയയിലാണ് പെർഫോമൻസ്, ഏതൊക്കെ ഏരിയയിലെ പെർഫോമൻസ് ആണ് നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടത് അല്ലെ, അതിന് വേണ്ടിയിട്ട് ഒരു ടോപ്പിക്കുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്നു. പിന്നെ അടുത്ത് നോക്കിയേ, പ്രിയോറിറ്റൈസ് ദ ഓഡിറ്റ്. ആ ഓഡിറ്റില് ഏതിനാണ് ആ ഏരിയയിൽ ഏതിനാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് അല്ലെ, ഏത് സർവീസിനാണ് ആദ്യം ഓഡിറ്റ് ചെയ്യേണ്ടത് എന്ന് മുൻഗണന നൽകണം. കേട്ടോ, ഓഡിറ്റ് നടത്തുന്നതിൽ ഏതിനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്, പ്രിയോറിറ്റൈസ് എന്ന് വെച്ചാൽ മുൻഗണന കൊടുക്കുക അല്ലെ. അപ്പൊ ആ ഓഡിറ്റില് ഏതിനൊക്കെയാണ് നമ്മൾ മുൻഗണന നൽകേണ്ടത്, ആദ്യം ഏതാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്, ആദ്യം അതിൽ ഏതിനാണ് ഓഡിറ്റ് ചെയ്യേണ്ടത് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, മുൻഗണന കൊടുക്കുന്നു. ഇനി ഡിഫൈനിങ് ദ പർപ്പസ്. അടുത്തെന്താ, പർപ്പസ് അല്ലെ, ആ ഓഡിറ്റ് ചെയ്യാനുള്ള ഉദ്ദേശം എന്താണ് അല്ലെ, അത് കൃത്യമായിട്ട് നമ്മൾ പറയണം. അതായത് ഡിഫൈൻ ചെയ്യുന്നു, എന്തിനു വേണ്ടിയിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. ഡിഫൈനിങ് ദ പർപ്പസ്, ആ വെറുതെ ചെയ്യുന്നതാണോ, ആ ഓഡിറ്റിന്റെ പർപ്പസ് എന്താണ്, ആവശ്യം അതെന്താണെന്ന് കൃത്യമായിട്ട് നിർവചിക്കുന്നു. അടുത്ത് നോക്കിയേ, പ്ലാനിങ് ഓഡിറ്റ്. ആ ഓഡിറ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക, പ്ലാനിങ് ചെയ്യുക, വെറുതെ ചെയ്യാൻ പാടില്ല അല്ലെ. എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യേണ്ടത്, ഇതൊക്കെ പ്ലാനിങ് ചെയ്യുക. പ്ലാനിങ് ഓഡിറ്റ്, ആ ഓഡിറ്റ് ചെയ്യാനുള്ള പ്ലാനിങ് അത് ചെയ്യുക. ഓക്കെ, പത്താണ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ് എന്ന് പറയുന്നത്. ആ സൈക്കിള് നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. യൂസേഴ്സിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തു. രണ്ടാമത്തെ, ആ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഏത് ഏരിയയിലാണ് ഏത് ഏരിയയിലെ പെർഫോമൻസ് ആണ് ഓഡിറ്റ് ചെയ്യേണ്ടത് അല്ലെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതാണോ ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യുന്നു. പിന്നെ ആ ഓഡിറ്റില് ഏതിനാണോ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് അല്ലെ, പ്രിയോറിറ്റൈസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഓഡിറ്റില് ഏതിനാണോ നമ്മൾ മുൻഗണന, ഏത് സർവീസ് അതാണോ ആദ്യം ഓഡിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതിനാണോ മുൻഗണന നൽകേണ്ടത് അതിന് മുൻഗണന നമ്മൾ നൽകണം. പിന്നെ ആ ഓഡിറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് നിർവചിക്കണം. പ്ലാനിങ്, ആ ഓഡിറ്റ് ചെയ്യാനുള്ള പ്ലാനിങ് ചെയ്യുക. ക്ലിയർ ആയോ പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്? അതിനകത്ത് ഫസ്റ്റ് സ്റ്റേജ് ഏതാന്ന് ചോദിക്കാം. ഇനി ആ പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ് അതിന്റെ ഉള്ളിൽ വരുന്നത് ഏതൊക്കെയാന്ന് ചോദിക്കാം. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം അവിടെ ബ്ലാങ്ക് ആയിട്ട് തരും. അവിടെ ഏതാണ് നമുക്ക് ആ സൈക്കിൾ പോലെ തന്നേക്കണത് ഓരോന്നും, അതിൽ ഏതാണ് മിസ്സായത് എന്നുള്ള രീതിയിലും ചോദിക്കാം. ക്ലിയർ ആവുന്നുണ്ടോ പറയണേ? ഓക്കെ, ശ്രീലക്ഷ്മി കുട്ടി മാത്രമേ ഉള്ളൂ ക്ലാസ്സിൽ, ബാക്കി എല്ലാവരും പോയി. ഒരു ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തോ, അതുകൊണ്ട് പതുക്കെയല്ലേ എടുക്കണേ, അധികം ബോറടിക്കാതെ നമ്മൾ പതുക്കെ എടുത്തോണ്ട് പോണേ, ഒരുപാട് ഓടിച്ചങ്ങ് തോന്നിയില്ല. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് നോക്കിയേ. ഓക്കെ, കുറച്ച് പേര് തമ്പും ഒക്കെ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇരുന്ന എന്താ നിങ്ങളൊരു റെസ്പോണ്ട് ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ. രണ്ടാമത്തെ നോക്കിയേ, രണ്ടാമത്തെ സ്റ്റേജ് എന്താ, സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് ഇതൊന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. നോട്ട് ചെയ്തോന്ന് പറഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് മിസ്സാക്കി വിട്ടിട്ട് അത് ഏതാന്ന് വേണമെങ്കിൽ ചോദിക്കാം. സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ, ഏത് ക്രൈറ്റീരിയ, ഏത് മാനദണ്ഡം അനുസരിച്ചാണ് ഓഡിറ്റ് നടത്തേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുക. അതായത് ഏത് മാനദണ്ഡം അനുസരിച്ചാണോ ഓഡിറ്റ് നടത്തേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നോക്കിയേ, ഡിഫൈനിങ് ക്രൈറ്റീരിയ. അതിനകത്ത് നോക്കിയേ ആ പോയിന്റ്, അതും ഒന്ന് നമ്പർ ഇട്ട് വെച്ചോട്ടോ. ഡിഫൈനിങ് ക്രൈറ്റീരിയ അതാണ് ആദ്യം തുടങ്ങുന്നത്. ഏത് മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചാണ് അവിടെ ഓഡിറ്റ് നടത്താൻ പോകുന്നത് അത് നിർണയിക്കുക, ഡിഫൈൻ ചെയ്യുക. മാനദണ്ഡം നിർവചിക്കുക അല്ലെ, ഡിഫൈനിങ് ക്രൈറ്റീരിയ, ആ ക്രൈറ്റീരിയ മാനദണ്ഡം ഡിഫൈൻ ചെയ്യുക, നിർണയിക്കുക. ഇനി അടുത്ത് നോക്കിയേ, സോഴ്സ് ഓഫ് എവിഡൻസ്. ഇനി നമുക്ക് എന്ത് വേണം, എവിടെ നിന്നാണ് നമുക്ക് ഈ ഓഡിറ്റ് ചെയ്യാനുള്ള സോഴ്സ് അല്ലെങ്കിൽ എവിഡൻസ് എവിടെ നിന്നാണെന്ന് കണ്ടെത്തുന്നു.
സോഴ്സ് ഓഫ് എവിഡൻസ്, എവിഡൻസിന്റെ ഉള്ള സോഴ്സ്, എവിടെ നിന്ന് നമുക്ക് ഈ ഓഡിറ്റ്, എവിടെ നിന്ന് നമുക്ക് ഈ ഓഡിറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ഓഡിറ്റിനുള്ള സോഴ്സ് അല്ലെങ്കിൽ എവിഡൻസ് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടെത്തുന്നു. ഇനി അടുത്തത് എന്താ? അപ്രൈസിങ് ദ എവിഡൻസ്, എവിഡൻസിനെ വിലയിരുത്തുന്നു. അപ്രൈസിങ് എന്താ? വിലയിരുത്തുക. ആ ഓഡിറ്റ് അതിനെ എന്ത് ചെയ്യുന്നു? വിലയിരുത്തുന്നു. അതാണ് സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ എന്നുള്ളതിന് വരുന്നത്. 3 കാര്യങ്ങളാണ്. ഏത് മാനദണ്ഡം അനുസരിച്ചാണ് ഓഡിറ്റ് നടത്തേണ്ടതെന്ന് നിർവചിക്കുന്നു. പിന്നെ എവിടെ നിന്നാണ് ഈ ഓഡിറ്റിന് വേണ്ടിയുള്ള സോഴ്സ് അല്ലെങ്കിൽ എവിഡൻസ് എങ്ങനെയാണെന്ന് നമ്മൾ എവിടെ നിന്നാണെന്ന് കണ്ടെത്തുന്നു. ഇനി അതിനെന്താ? ആ എവിഡൻസിനെ വിലയിരുത്തുന്നു. ക്ലിയർ ആയോ? 3 കാര്യങ്ങൾ സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയയിൽ വന്നത് ഏതാണെന്ന് വെച്ചാലും നമ്മൾ മനസ്സിലാക്കണം. ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണെന്നും അതിൽ ഏതെങ്കിലും ഒരെണ്ണം മിസ് ചെയ്തിട്ട് ആ പിക്ചർ അങ്ങനെ തന്നെ അങ്ങട്ടെ വേണമെങ്കിൽ ഇപ്പൊ സോഴ്സ് ഓഫ് എവിഡൻസ് ഇല്ല, അവിടെ എന്താണെന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണമെങ്കിൽ തരാം. ആ രീതിയിൽ നോക്കാം. ഇനി അടുത്ത് നോക്കി 3ാമത്തെ സ്റ്റേജ് എന്താ? മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്. എന്താ? അവരുടെ പെർഫോമൻസിന്റെ ലെവൽ എങ്ങനെയാണെന്ന് മെഷർ ചെയ്യുന്നു. അതാണ് അടുത്തത്. മെഷർ ചെയ്യുന്നതാണ് 3ാമത്തെ സ്റ്റേജ്. മെഷറിംഗ് ദ ലെവൽ ഓഫ് പെർഫോമൻസ്. മെഷറിംഗ് ദ ലെവൽ ഓഫ് പെർഫോമൻസ്. അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കണം. ഈ പെർഫോമൻസ് നോക്കാനുള്ള 3 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഒരു പെർഫോമൻസ് നമുക്ക് വിലയിരുത്താനുള്ള 3 കാര്യങ്ങൾ ഏതാ? പ്ലാനിംഗ് ഡാറ്റ കളക്ഷൻ, മെത്തേഡ്സ് ഓഫ് കളക്ഷൻ, ഹാൻഡ്ലിംഗ് ഡാറ്റ. ഈ 3 കാര്യങ്ങൾ അല്ലെ, നമ്മൾ ഈ 3 കാര്യങ്ങൾ നോക്കിയിട്ടാണ് അവരുടെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഉണ്ടോ? ഒന്നാമത്തെ എന്താ? പ്ലാനിംഗ് ഡാറ്റ കളക്ഷൻ. ഉണ്ടോ? എങ്ങനെയുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യണം അത് നമ്മൾ പ്ലാൻ ചെയ്യണം. അതാണ് ഒന്നാമത്തെ. പ്ലാനിംഗ് ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെയുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യണം അത് പ്ലാൻ ചെയ്യുന്നു. പ്ലാനിംഗ് ഡാറ്റ കളക്ഷൻ, എങ്ങനെയുള്ള ഡാറ്റ കളക്ട് ചെയ്യണം എന്ന് പ്ലാൻ ചെയ്യുന്നു. പിന്നെ അതിനുശേഷം മെത്തേഡ് ഓഫ് കളക്ഷൻ, അതിനുശേഷം ഏതൊക്കെ മെത്തേഡിലൂടെ ഇത് കളക്ട് ചെയ്യാം അതാണ് നമ്മൾ അടുത്തത്. അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഏതൊക്കെ മെത്തേഡിലൂടെ കളക്ട് ചെയ്യാം. ചിലപ്പോ നമുക്ക് ഇന്റർവ്യൂ നടത്താം അല്ലെ, ഇന്റർവ്യൂ നടത്തി ഡാറ്റ കളക്ട് ചെയ്യാം, സർവേ നടത്തി ഡാറ്റ കളക്ട് ചെയ്യാം, ഒബ്സർവേഷൻ നടത്തി ഡാറ്റ കളക്ട് ചെയ്യാം. ഏതൊക്കെ മെത്തേഡിലൂടെയാണോ ഈ ഡാറ്റാസ് കളക്ട് ചെയ്യേണ്ടത് അതാണ് രണ്ടാമത്തത്. മെത്തേഡ് ഓഫ് കളക്ഷൻ, ആ കളക്ഷൻ മെത്തേഡ് ഏതാണ്? അടുത്തത് എന്താണ്? 3ാമത്തെ, അതെങ്ങനെ ആ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ഡേറ്റാസ് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഹാൻഡിൽ ചെയ്യാം. നല്ല രീതിയിൽ നമ്മൾ അത് എന്ത് ചെയ്യണം? ഹാൻഡിൽ ചെയ്യുന്നു. ഉണ്ടോ? മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നു. നല്ല രീതിയിൽ ആ ഡേറ്റ ഹാൻഡിൽ ചെയ്യുന്നു. അത് 3ആണ് മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസിൽ വരുന്നത്. ഡാറ്റ കളക്ഷൻ, ഏത് ഡാറ്റയാണ് അത് എന്താണെന്നുള്ളത് പ്ലാൻ ചെയ്യുന്നു. കളക്ഷൻ മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ആ മെത്തേഡ് നമ്മൾ ചെയ്യുന്നു. പിന്നെ അടുത്തത് ഹാൻഡ്ലിംഗ് ഡാറ്റ, ആ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ കൈകാര്യം ചെയ്യുന്നു. ക്ലിയർ അല്ലേ? 3 നല്ല രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുന്നു. ഓക്കെ, 3 സ്റ്റേജ് കേട്ടോ, മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്. ഇനി അടുത്ത് നോക്കിയേ, മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്തേ? ഇവിടെ 3ാമത്തെ സ്റ്റേജിൽ എന്താ ചെയ്തേ? എന്താണ്? അവരുടെ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്തു, അതല്ല എന്താ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത് നോക്കിയേ, ഇനി ആ പെർഫോമൻസ് നമ്മൾ അളന്നു മെഷർ ചെയ്തു. ആ മെഷർ ചെയ്തതിന് ശേഷം എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് ആണ് അല്ലെ, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതാണ് 4th സ്റ്റേജിൽ പറയുന്നത്. ഉണ്ടോ? ഇതെന്തൊക്കെയാണ്? അതാണ് 4th സ്റ്റേജിൽ പറയുന്നത്. മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്. നമ്മൾ ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട് അല്ലെ, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് എന്തൊക്കെ ചേഞ്ചസ്, എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തേണ്ടത് അതാണ് സ്റ്റേജ് 4ൽ പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട് എന്തൊക്കെ ചെയ്യണ്ടേ? ഐഡന്റിഫൈ ദ ബാരിയേഴ്സ്. നമുക്ക് എന്തെങ്കിലും അത് നല്ലൊരു പെർഫോമൻസിലേക്ക് എത്താൻ പറ്റിയില്ല അല്ലെ, അല്ലെങ്കിൽ നമുക്കത് മികച്ച രീതിയിലുള്ള ക്വാളിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ല, അതൊക്കെ നമുക്ക് എന്താ? അപ്പൊ അതിനെന്താ അങ്ങനെ പറ്റാത്തത് എന്താണ്? അവിടെ ഒരു തടസ്സം ഉണ്ടാവും അല്ലെ.
എന്തെങ്കിലും തടസ്സങ്ങൾ നമ്മുടെ മുന്നിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റിയില്ല, ചിലപ്പോ നിങ്ങൾക്ക് എക്സാമിന്റെ അന്ന് ചിലപ്പോ വല്ല സുഖമില്ലാതെ വരാം, ചിലപ്പോ നിങ്ങൾക്ക് എക്സാമിന് എന്താ പറയാ അല്ലെങ്കിൽ ഇപ്പോ ആ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഫങ്ഷൻസ് കാര്യങ്ങൾ വരാം, പ്രോപ്പറായിട്ട് ചിലപ്പോ പഠിക്കാൻ പറ്റാത്ത വരാം അല്ലെ, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ അറിയില്ലേ അല്ലെ. എന്റെ ഫുള്ള് കിട്ടാതെ അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞെന്ന് വെച്ചാൽ നമുക്ക് അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ചിലപ്പോ പിള്ളേർക്ക് വയ്യാത്തത് കൊണ്ട് ചിലപ്പോ നമുക്ക് പ്രോപ്പറായിട്ട് കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ സാധാരണ രീതിയിൽ പഠിക്കുന്ന പോലെ ചിലപ്പോ പഠിക്കാൻ പറ്റിയില്ല എന്ന് വരാം. ചിലപ്പോ നാളെ എക്സാം ആണ്, ഇന്ന് ദിവസം ആരെങ്കിലും നമുക്ക് റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് എന്താ പറയുക നമുക്ക് പഠിക്കാൻ പറ്റിയില്ല അല്ലെ. അതൊക്കെ ഒരു തടസ്സങ്ങളാണ്. നമുക്ക് ഇവിടെ ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട് പെർഫോമൻസ് മെഷർ ചെയ്തു, ഇനി നമ്മൾ അടുത്ത് എന്താ പെർഫോമൻസ് അപ്പൊ ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങള് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തേണ്ടത്, അതാണ് സ്റ്റേജ് 4 പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ആ ഇംപ്രൂവ്മെന്റ് വരുത്താൻ ഉള്ള ആ എന്താണ് ആ നമുക്ക് താഴേക്ക് ആയതിനുള്ള കാരണം എന്താ, അതിനുള്ള ബാരിയർ തടസ്സം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഐഡന്റിഫൈ ദ ബാരിയേഴ്സ്. നമുക്കത് നല്ല രീതിയിൽ ഇംപ്രൂവ്മെന്റ് വരുത്താം, ഇംപ്രൂവ്മെന്റ് വന്നില്ല, അതിനുള്ള തടസ്സം എന്താണ് അത് കണ്ടുപിടിക്കാം. നമുക്ക് ഫിയർ, നമുക്ക് ചിലപ്പോൾ പേടി കാരണമായിരിക്കാം അല്ലെ, നമുക്ക് പേടി മൂലം നമുക്ക് നല്ല എന്താ പറയാ ഹയർ പെർഫോമൻസ് ചിലപ്പോൾ കാഴ്ചവെക്കാൻ പറ്റിയില്ല എന്ന് വരാം. ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് എന്താണ് മനസ്സിലാവായത് കൊണ്ടാവാം, മനസ്സിലാക്കുന്നത് കുറവ് അല്ലെ, ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാവാത്തത് കുറവ് മൂലമാകാം, അല്ലെങ്കിൽ പുവർ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കുറവ് മൂലമാകാം. ഇതെല്ലാം നമുക്ക് ഇംപ്രൂവ്മെന്റ് വരാതിരിക്കാനുള്ള ബാരിയറാണ്, നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റാത്ത നമുക്ക് അല്ലെങ്കിൽ നമ്മൾ ആ ഉദ്ദേശിച്ച രീതിയിലുള്ള ആ പെർഫോമൻസിലേക്ക് എത്താൻ പറ്റാത്ത തടസ്സങ്ങളാണ്. പേടി കൊണ്ടാവാം, മനസ്സിലാവാത്തത് കൊണ്ടാകാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കുറവ് മൂലമാകാം. ലോ മൊറൈൽ, മനോവീര്യം, കോൺഫിഡൻസ് ഇല്ലായ്മ ഒരെണ്ണം കൂടി ഉണ്ട് അതിന്റെ ഇടയിൽ. ലോ മൊറാൽ എന്ന് പറഞ്ഞാൽ എന്താ മനോവീര്യം, നമുക്കത് കോൺഫിഡൻസ് ഇല്ലായ്മയും കൊണ്ടാവാം. ചിലപ്പോ എല്ലാം പഠിച്ചിട്ടുണ്ടാവും അല്ലെ, നമുക്ക് ചിലപ്പോ കോൺഫിഡൻസ് കുറവ് കൊണ്ടാവാം, ചിലപ്പോ നമുക്ക് അത്രയും പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റാത്തത്. അത് നോക്കാം. ഇനി ചേഞ്ച് ബൈ റിമൂവ് ദ ബാരിയേഴ്സ്. ഇനി അടുത്ത എന്ത് ചെയ്യും അല്ലെ, അപ്പൊ അതിനകത്ത് എന്താ പെർഫോമൻസ് എന്തുകൊണ്ടാണ് അവിടെ കുറഞ്ഞത് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ ഓഡിറ്റ് നടത്തുമ്പോൾ ഈ ഒരു മേഖലയില് ആ ഒരു ഏരിയയില് അത്രയും വേണ്ടത്ത ആ ഓഡിറ്റിലൂടെ നമുക്ക് എന്താ മനസ്സിലായത്, അവിടെ അത്രയും ഇംപ്രൂവ്മെന്റ് കുറവാണെന്നാ മനസ്സിലാക്കിയത്. അപ്പൊ എന്താ എന്തുകൊണ്ടാണ് അത് അങ്ങനെ അവിടുത്തെ പെർഫോമൻസ് കുറയാൻ കാരണം, അതിന്റെ ബാരിയേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അതിനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അവിടെ ഐഡന്റിഫൈ ചെയ്തു. ഇനി എന്ത് ചെയ്യണം നമ്മൾ, ഇനി ആ തടസ്സങ്ങൾ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. ചേഞ്ച് ബൈ റിമൂവ് ദ ബാരിയേഴ്സ് അല്ലെ, തടസ്സങ്ങള് റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, മാറ്റങ്ങൾ കൊണ്ടുവരണം നമ്മള് അല്ലെ. മാറ്റങ്ങൾ വരുത്തുന്നതിലൂടെ മാത്രമേ നമുക്ക് ആ ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ, ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളൂ. ബാരിയേഴ്സ്, അതിലുള്ള തടസ്സങ്ങൾ ഒക്കെ പേടിയും കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ കുറവ് കൊണ്ടാണ് നമുക്ക് ആ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റാത്ത, അത് എന്താണെന്ന് തടസ്സം ബാരിയേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ആ ബാരിയേഴ്സിനെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്തിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരണം, അതിലൂടെ മാത്രമേ നമുക്ക് ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അതാണ് സ്റ്റേജ് 4 പറയുന്നത്. ഇനി അടുത്ത് നോക്കിയ സ്റ്റേജ് 5 എന്താ, സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ്. സസ്റ്റെയിനിങ് എന്ന് വെച്ചാൽ എന്താ, നിലനിർത്തുക, ഇംപ്രൂവ്മെന്റ് നിലനിർത്തുക. എങ്ങനെയാ, എൻഫോഴ്സിങ് റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ്, മെച്ചപ്പെടുത്തുക, ശക്തിപ്പെടുത്തുക, ഇംപ്രൂവ്മെന്റ് ശക്തിപ്പെടുത്തുക. ഇംപ്രൂവ്മെന്റ് നിലനിർത്താനുള്ള കാര്യമാണ് അഞ്ചാമത്തെ സ്റ്റേജ്, സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ്. അപ്പൊ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവന്നാൽ മാത്രം പോരാ, അതെന്ത് ചെയ്യണം, സസ്റ്റെയിൻ ചെയ്യണം, നിലനിർത്തണം. അതിനെന്താ, റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ് അല്ലെ, റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ്, മെച്ചപ്പെടുത്തലുകള് നമ്മൾ എന്ത് ചെയ്യുന്നു, ശക്തിപ്പെടുത്തുന്നു. മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ, നിരീക്ഷണവും വിലയിരുത്തലും നടത്തുന്നു. മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ, മോണിറ്റർ ചെയ്യുന്നു, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നിരീക്ഷിക്കുന്നു, അതിനെ ഇവാലുവേഷൻ, അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നു.
അടുത്തെന്താ റീ ഓഡിറ്റ്. സോറി, അത് നമുക്ക് അടുത്ത പോയിന്റിൽ തന്നിട്ടുണ്ട്. അപ്പൊ രണ്ടെണ്ണം മാത്രം അവിടെ വെച്ചാൽ മതി. റീ ഓഡിറ്റ് അടുത്ത സ്റ്റേജ് ആയിട്ട് താഴെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ രണ്ടെണ്ണം മാത്രം മതിയിട്ട് അതില്. അഞ്ചാമത്തെ സ്റ്റേജിൽ രണ്ട് കാര്യങ്ങൾ, സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ് എന്നുള്ളത് രണ്ടെണ്ണം, ആദ്യത്തെ 2 പോയിന്റ് വെക്കുക. എന്താ റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ്. റീഇൻഫോഴ്സിങ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു മെച്ചപ്പെടുത്തല്, ഇംപ്രൂവ്മെന്റ് നമ്മൾ ശക്തിപ്പെടുത്തുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, മോണിറ്ററിങ് ആൻഡ് ഇവാലുവേഷൻ. മോണിറ്ററിങ് ചെയ്യുന്നു, ഇവാലുവേഷൻ നടത്തുന്നു. ഇനി 6ാമത്തെ സ്റ്റേജ് ആണ് റീ ഓഡിറ്റ്. അവിടെ ആ റീ ഓഡിറ്റ് വേണ്ട. 6ാമത്തെ സ്റ്റേജ് ആണ് റീ ഓഡിറ്റ് ചെയ്യുന്നത്. വീണ്ടും ഓഡിറ്റ് നടത്താം. എന്താ, റിവ്യൂ ദ എവിഡൻസ്. തെളിവുകള്, എവിഡൻസ് എന്താണെന്ന് റിവ്യൂ ചെയ്യുന്നു, അതിനെ അവലോകനം ചെയ്യുന്നു. റിവ്യൂ എവിഡൻസ്, എവിഡൻസ് എന്താണ് അതിനെ റിവ്യൂ ചെയ്യുന്നു. മെഷർ എഫക്റ്റീവ്നെസ്, എഫക്റ്റീവ്നെസ് അതിന്റെ ഫലപ്രാപ്തി നമ്മൾ മെഷർ ചെയ്യുന്നു. മെഷർ എഫക്റ്റീവ്നെസ്, ഫലപ്രാപ്തി മെഷർ ചെയ്യുന്നു. ഡിസൈഡ് ഹൗ ഓഫൺ ടു റീ ഓഡിറ്റ്. എന്താ, എത്ര തവണ ഡിസൈഡ് ചെയ്യാൻ തീരുമാനിക്കാം. ഹൗ ഓഫൺ ടു റീ ഓഡിറ്റ്, എത്ര തവണ റീ ഓഡിറ്റ് ചെയ്യണം, അത് തീരുമാനിക്കുന്നു. ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിങ്, ഓൺഗോയിങ് നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രക്രിയ, ഓൺഗോയിങ് എന്ന് വെച്ചാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ മോണിറ്റർ ചെയ്യുന്നു. അതാണ് റീ ഓഡിറ്റിൽ പറയുന്നത്. സ്റ്റേജ് 6 എന്ന് പറഞ്ഞാൽ റീ ഓഡിറ്റ് ആണ്. എന്താണ്, റിവ്യൂ എവിഡൻസ്, തെളിവുകൾ എന്ത് ചെയ്യുന്നു, അവലോകനം ചെയ്യുന്നു. റിവ്യൂ എവിഡൻസ്, തെളിവുകൾ അവലോകനം ചെയ്യുന്നു. മെഷർ എഫക്റ്റീവ്നെസ്, അതിന്റെ ഫലപ്രാപ്തി അളക്കുന്നു. ഡിസൈഡ് ഹൗ ഓഫൺ ടു റീ ഓഡിറ്റ്, അല്ലെ, എത്രത്തോളം നമുക്കത് ആ റീ ഓഡിറ്റ് എത്രത്തോളം നടത്തണം അത് ഡിസൈഡ് ചെയ്യുന്നു. അടുത്ത് നോക്കിയേ, ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിങ്, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നിരീക്ഷിക്കുന്നു. അപ്പൊ 6 സ്റ്റേജസ്, 6 സ്റ്റേജിന്റെ ഉള്ളിൽ വരുന്നത് എന്താണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കാം. ഇതാണ് ഒരു ഓഡിറ്റിംഗ് പ്രൊസീജിയർ. ഒരു ഓഡിറ്റിംഗ് നടക്കുമ്പോൾ നമ്മൾ ഉള്ള ചെയ്യേണ്ട പ്രൊസീജിയർ ആണ് കേട്ടോ സ്റ്റേജസ്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സ്റ്റേജസ് ഈ രീതിയിലായിരിക്കണം നമ്മൾ ഫോളോ ചെയ്യുന്നത്. സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാണ് ഹെഡിങ് കൊടുത്തേക്കുന്നത്. അവിടെ 6 സ്റ്റേജിലൂടെയാണ് ഒരു ക്ലിനിക്കൽ ഓഡിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആവുന്നത്. അതിന്റെ സ്റ്റേജസ് ആണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്, പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, ഓഡിറ്റിന് വേണ്ടി പ്രിപ്പയർ ആവുന്നു. രണ്ടാമത്തേല് സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ, ഈ ക്രൈറ്റീരിയ സെലക്ട് ചെയ്യുന്നു. then measuring level of performance, level of performance മെഷർ ചെയ്യുന്നു. അടുത്ത എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്തിട്ട് അടുത്ത സ്റ്റേജിൽ മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്. മെഷർ ചെയ്ത് കഴിഞ്ഞാൽ കുറവാന്ന് കാണുകയാണെങ്കിൽ എന്താ, അത് നമ്മൾ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരുന്നു. ഇനി കൊണ്ടുവന്നാൽ പോരാ, അതെല്ലാ കാലവും ആ ഇംപ്രൂവ്മെന്റ് നിലനിർത്തണം. സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്. ഇനി എന്ത് ചെയ്യാ, റീ ഓഡിറ്റ് നടത്തണമെങ്കിൽ റീ ഓഡിറ്റ് നടത്തണം. ക്ലിയർ ആണോ നോക്കി ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കി. സ്റ്റേജസ് പേരുകൾ മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ആ പിക്ചർ ആയിട്ട് തന്നേക്കുന്ന 3 നമുക്ക് ഏതെങ്കിലും ഒരു സെക്ഷൻ ഒരു മിസ്സായിട്ട് തന്നിട്ട് അത് ഏതാണെന്ന് ഫിൽ ചെയ്യാനായിട്ട് കംപ്ലീറ്റ് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ തരാം. അതുകൊണ്ട് ആ 3 പിക്ചർ തന്നേക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാം. സ്റ്റേജസ് ഏതൊക്കെയാണ്, 6 സ്റ്റേജ് പേര് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്. ഇപ്പൊ സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ, ഓഡിറ്റിന് റിലേറ്റഡ് ടു ഓഡിറ്റ് ഉണ്ടാവും. ആ സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ആ പിക്ചറിൽ ഒരെണ്ണം മിസ്സായിട്ട് അവിടെ ഏതാണ് വന്നേക്കുന്നതെന്ന് ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണോ? അയച്ചു നോക്കിയാ പോലെ നിങ്ങൾക്ക്. ഇനി നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറഞ്ഞത് ഇവിടെ നമുക്ക് ടൈപ്പ് അല്ല, ശരിക്കും ഏരിയ ആണ്. ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്ന ഏരിയകൾ ഏതൊക്കെയാണ്, എവിടെയൊക്കെയാണ് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒന്ന് നോക്കി, ഏരിയാസ് എന്നാണ് അവിടെ ഹെഡിങ് തന്നേക്കണേ. അത് ടൈപ്സ് എന്നാണോ? ഏരിയാസ് എന്നാക്കിയാൽ മതി കേട്ടോ. ടൈപ്പ് എന്നാണ് അതിനേക്കാൾ കുറച്ചുകൂടി സ്യൂട്ട് അവിടെ ഏരിയ ആണ്. അതായത് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്ന ഏരിയകൾ ഏതൊക്കെ, എവിടേക്ക് നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നുണ്ട്, ഏരിയാസ് ആക്കാറ്. AR
EAS, areas of clinical audit. Areas of clinical audit. Clinical audit നടത്തുന്ന ഏരിയ. ഓക്കെ, പേരുകൾ മാത്രം നോക്കിയാൽ മതി കേട്ടോ. ഇത് ജസ്റ്റ് എന്താണെന്ന് ഞാൻ വെറുതെ ഒന്ന് മെൻഷൻ ചെയ്യാം, എങ്കിലും പേരുകൾ നോക്കാം. ഏതൊക്കെയാണ് ഏരിയകൾ, എവിടെയൊക്കെയാണ് നമ്മൾ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് ഉണ്ട്, എക്സ്റേ റിവ്യൂ അവിടെ ഓഡിറ്റ് നടത്തുന്നുണ്ട്, ഡിസീസ് ഓഡിറ്റ് ഉണ്ട്, ഒബ്സ്റ്ററ്റിക് കേസസ് അവിടെ ഓഡിറ്റ് നടത്തുന്നുണ്ട്, ഇൻഫെക്ഷൻ കൺട്രോൾ ഓഡിറ്റ് ഉണ്ട്, നേഴ്സിംഗ് ഓഡിറ്റ് ഉണ്ട്, ഡെത്ത് ഓഡിറ്റ് ഉണ്ട്. ഈ ഏരിയ ഇതൊക്കെ നമ്മൾ ഓഡിറ്റ് നടത്തുന്ന ഏരിയാസ് ആണ്. ഓക്കെ, ഫസ്റ്റത്തെയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്. സ്റ്റാറ്റിസ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഹോസ്പിറ്റലിലെ സ്ഥിതിവിവര കണക്കുകൾ അല്ലെ, ഏതൊക്കെ സ്ഥിതിവിവര കണക്കുകളുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് ആണത്. ഹോസ്പിറ്റലിലെ സ്ഥിതിവിവര കണക്കുകളുമായി ബന്ധപ്പെട്ട ഏതാണ് ഓഡിറ്റ് ആണ് കേട്ടോ. ഹോസ്പിറ്റലിലെ സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട സ്ഥിതിവിവര കണക്കുകളുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് ആണ്. അതായത് ഏതൊക്കെ ഏരിയയില് ഇംപ്രൂവ്മെന്റ് വേണം, ഹോസ്പിറ്റലിലെ ഏതൊക്കെ ഏരിയാസില് ഇംപ്രൂവ്മെന്റ് വേണം, ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് ആണ് പാലിക്കുന്നത്, കൃത്യമായിട്ട് അവര് സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നുണ്ടോ, ഇംപ്രൂവ്മെന്റ് എവിടേക്ക് നടത്തണം, ഏതൊക്കെ ഏരിയാസിൽ നമ്മൾ ഇംപ്രൂവ്മെന്റ് നടത്തണം, അതിനു വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിന്റെ ഡേറ്റയുടെ റിലയബിലിറ്റി, ക്വാളിറ്റി മുതലായവ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റിലൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നു. ആ ഇംപ്രൂവ്മെന്റ് വരുത്താനായിട്ട് ആവശ്യമായിട്ടുള്ള ഡേറ്റാസിന്റെ ക്വാളിറ്റി വേണം, ക്വാളിറ്റി, അതിന്റെ റിലയബിലിറ്റി, വിശ്വസ്തത, ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റിലൂടെ നമ്മൾ ചെക്ക് ചെയ്യും. മെഡിക്കൽ റെക്കോർഡ്, ഡോക്യുമെന്റ് മുതലായവയുടെ ആധികാരികത അത് എത്രത്തോളം ഉണ്ട്. അതായത് ഹോസ്പിറ്റലിലെ സ്ഥിതിവിവര കണക്കുകളുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അവിടെ മെഡിക്കൽ റെക്കോർഡ്, ഡോക്യുമെന്റ്സ് അതൊക്കെയായി ബന്ധപ്പെട്ട് നടത്തുന്ന ഓഡിറ്റ്. ഓക്കെ, ഏതൊക്കെ ഏരിയാസിൽ ഇംപ്രൂവ്മെന്റ് വേണം, ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ട് അല്ലെ, കൃത്യമായിട്ട് ആ സ്റ്റാൻഡേർഡ്സ് ഹോസ്പിറ്റലിൽ പാലിക്കുന്നുണ്ടോ, ഇംപ്രൂവ്മെന്റ് ഏതൊക്കെ ഏരിയകളിൽ കൊണ്ടുവരണം, അതിനു വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിന്റെ ഡേറ്റാസിന്റെ റിലയബിലിറ്റി, വിശ്വസ്തത, ക്വാളിറ്റി മുതലായ കാര്യങ്ങൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റിലൂടെ ചെക്ക് ചെയ്യുന്നു. അടുത്താണ് എക്സ്റേ വ്യൂ. എക്സ്റേ വ്യൂ അപ്പൊ അത് ഏത് ഏരിയയുമായി ബന്ധപ്പെട്ട, റേഡിയോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഓഡിറ്റ് ആണ് അല്ലെ. റേഡിയോളജിയുമായി ബന്ധപ്പെട്ട്, അതായത് എക്സ്റേയുടെ ഇമേജ്, നമുക്ക് എക്സ്റേ എടുക്കൂല, അതിന്റെ ഇമേജ്, റിപ്പോർട്ട്, ഇതിന്റെയൊക്കെ കാര്യങ്ങൾ അല്ലെ, ഇതിന്റെയൊക്കെ കൃത്യത വിലയിരുത്തി അവിടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, ഇമേജിന്റെ ആക്യുറസി, ക്വാളിറ്റി, അതുപോലെ തന്നെ കൃത്യമായ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടാണോ അല്ലെ അവിടെ പ്രവർത്തിക്കുന്നത്, റേഡിയോളജി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണോ അവിടെ സർവീസ് നടത്തുന്നത്, ആ ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓഡിറ്റ് ആണ് എക്സ്റേ വ്യൂ എന്ന് പറയുന്നത്. എക്സ്റേ വ്യൂ അതായത് റേഡിയോളജിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഓഡിറ്റ് ആണ്. അപ്പൊ അവിടെയും ആ റേഡിയോളജിയിലും ഓഡിറ്റ് നടത്തുന്നുണ്ട്. ഇനി അടുത്തതാണ് ഡിസീസ് ഓഡിറ്റ് അല്ലെ. വേറെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, ഡിസീസ് അല്ലെ. ആ പേഷ്യൻസിന്റെ ഡിസീസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ എന്തൊക്കെയാണ് അല്ലെ, കൊടുക്കുന്ന പരിചരണം, നിലവിലെ പ്രാക്ടീസ് എങ്ങനെയുണ്ട്, അത് കൃത്യമായി എന്താ ഒരു നിയമപ്രകാരമായിട്ടാണോ അല്ലെങ്കിൽ കറക്റ്റ് മാനദണ്ഡങ്ങൾക്ക് അനുസരിച്ചിട്ടാണോ അവര് ആ പേഷ്യന്റിന് കെയർ കൊടുക്കുന്നത് അല്ലെ. ഇനി പേഷ്യന്റിന് കൊടുക്കുന്ന കെയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്താ നടത്തുന്ന ഒരു ഓഡിറ്റ് ആണ് ഈ ഡിസീസ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ആ പേഷ്യൻസിന് കൊടുക്കുന്ന രോഗബാധിതമായിട്ടുള്ള പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ, അതിന്റെ ക്വാളിറ്റി, അതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഡിസീസ് ഓഡിറ്റ്. ഒരു എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് ആ പേഷ്യന്റിന് കൊടുക്കുന്ന കെയർ എങ്ങനെയാണ് അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓഡിറ്റ് ആണ് ഏത്, ഡിസീസ് ഓഡിറ്റ്. ഇനി അടുത്തതാണ് ഒബ്സ്റ്ററ്റിക് കേസസ്. എന്താ ഒബ്സ്റ്ററ്റിക്സ്, എന്താ ഒബ്സ്റ്ററ്റിക്സ്, എന്താ എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത
പ്രസവ ചികിത്സ അല്ലെ പഠിച്ചതല്ലേ നിങ്ങള്? പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നല്ല ക്വാളിറ്റി കെയർ ഇപ്പൊ നമ്മള് ഡെലിവറി സമയത്തും ഒക്കെ നമ്മൾ എന്താണ് നല്ല ക്വാളിറ്റി കെയർ ആണോ, ക്വാളിറ്റി ഉള്ള കെയർ ആണോ അവിടെ കൊടുക്കുന്നത്? മുമ്പുണ്ടായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇംപ്രൂവ്മെന്റ് വരുത്തേണ്ട ഏരിയ ഏതൊക്കെയാണ്? ഇംപ്രൂവ്മെന്റിന് വേണ്ടി നമ്മൾ അതായത് ആ ഇംപ്രൂവ്മെന്റിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓഡിറ്റ് ആണ് കേട്ടോ. അല്ലെ ഒരു പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഒരു നല്ല ക്വാളിറ്റി സർവീസ് അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അല്ലെ? അല്ലെങ്കിൽ നമ്മൾ മുമ്പുള്ളതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ്സ് ആണ് അവിടെ വരുത്തേണ്ടത്, ഇതൊക്കെ മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓഡിറ്റ്. ഇനി അടുത്തതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ഓഡിറ്റ്. അപ്പൊ എന്തായിരിക്കും അത്? ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഡിറ്റ് അല്ലെ? അതായത് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരെ, ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ഒക്കെ പറഞ്ഞില്ലേ, അത് ഏതാണ് അല്ലെ? ഇങ്ങനെയാണ്. ഇനി നമുക്ക് അത് വരാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സ് നമുക്ക് എടുക്കാൻ കഴിയും? ഇൻഫെക്ഷൻ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി അവിടെ നമ്മൾ പാലിക്കേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഓഡിറ്റ് ആണ് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ മെഷർ ചെയ്യാനുള്ളതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ ഓഡിറ്റ്. അടുത്ത് നേഴ്സിംഗ് ഓഡിറ്റ്. നേഴ്സിംഗ് ഓഡിറ്റ് എന്താ? നേഴ്സിംഗ് കെയറുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് ആണ് അല്ലെ? നേഴ്സ് കൊടുക്കുന്ന സർവീസ് അതിന്റെ ക്വാളിറ്റി ഒക്കെ കൃത്യമായി വിലയിരുത്താനായിട്ട് റെക്കോർഡ് ഡോക്യുമെന്റ് ഒക്കെ പരിശോധിച്ച് നല്ല ക്വാളിറ്റിയിലുള്ള നേഴ്സിംഗ് കെയർ ഡോക്യുമെന്റ്സും റെക്കോർഡ്സും ഒക്കെ പരിശോധിച്ച് നല്ല ക്വാളിറ്റി ഉള്ള കെയർ ആണോ അവിടെ കൊടുക്കുന്നത്, ഇതെല്ലാം നമുക്ക് ഓഡിറ്റിലൂടെ അറിയാൻ പറ്റും. പിന്നെ അടുത്താണ് ഡെത്ത് ഓഡിറ്റ് അല്ലെ? എന്താ ഡെത്ത് ഓഡിറ്റ്? ഡെത്ത് റേറ്റ് കാണിക്കുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നമ്മൾ മരണത്തിന്റെ കാരണം എന്തൊക്കെയാണ് അതെല്ലാം വിലയിരുത്തുന്നതാണ് ഡെത്ത് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഏരിയാസ് ക്ലിനിക്കൽ ഓഡിറ്റ് ചെയ്യുന്ന ഏരിയകള് ഇവിടെയൊക്കെ ചെയ്യാം അല്ലെ? സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഡിറ്റ്, എക്സ്റേ വ്യൂ, ഡിസീസ് ഓഡിറ്റ്, ഒബ്സ്റ്ററ്റിക് കേസസ്, ഇൻഫെക്ഷൻ കൺട്രോള്, നേഴ്സിംഗ് ഓഡിറ്റ്, ഡെത്ത് ഓഡിറ്റ്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ ഞാൻ ജസ്റ്റ് എന്താണെന്ന് പറഞ്ഞുള്ളൂ. അപ്പൊ ആ ഒരു സെക്ഷനുമായി അല്ലെങ്കിൽ ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് നടത്താൻ വേണ്ടി ചെയ്യുന്ന ഓഡിറ്റ്, അവിടുത്തെ എന്തൊക്കെ കാര്യങ്ങളാണ് എന്ന് നോക്കി ആ ഒരു ഏരിയയിലെ ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് വരുത്താൻ വേണ്ടി ചെയ്യുന്ന ഓഡിറ്റ് ആണ് ഈ നമ്മുടെ ഈ ടൈപ്പ് ക്ലിനിക്കൽ ഓഡിറ്റില് ടൈപ്പ് ഒന്നതിനേക്കാൾ കൂടുതൽ ഏരിയ എന്ന് തന്നെയാണ് കുറച്ചും കൂടി അതിന് സ്യൂട്ട് ആവുന്നത് കേട്ടോ. ഏരിയാസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ടൈപ്സ് നമ്മൾ പറഞ്ഞില്ലേ, കൺട്രോൾ ഓഡിറ്റ് ഒക്കെ ടൈപ്സ് നമുക്ക് നമ്മള് പറഞ്ഞതാണ്. ഇനി അത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. കണ്ടോ, നിങ്ങൾ അതിന് മുന്നേ നോക്കി നമ്മളവിടെ ടൈപ്സ് ഓഫ് ഓഡിറ്റ് നമ്മൾ ഓൾറെഡി കണ്ടോ. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറഞ്ഞ കൺകറന്റ് ഓഡിറ്റും റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റും നമ്മൾ ഓൾറെഡി രണ്ട് ടൈപ്പും നമ്മൾ പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഏരിയകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്താം. ക്ലിയർ അല്ലേ? ആ പേരുകൾ മാത്രം ഒന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. ഇനി അടുത്തത് റോളാണ്. റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ്. ഓഡിറ്റില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്താണ്, പങ്ക് എന്താണ്? റോൾ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഓഡിറ്റ്. ഒരു ഓഡിറ്റില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോള് എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓഡിറ്റിന് ചെയ്യേണ്ടത്, അതിന്റെ അവരുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റോൾ എന്താണ്? ഒന്നാമത്തെ നോക്കി ഇതും പോയിന്റ് ജസ്റ്റ് ഒന്ന് വായിച്ച് പോവാട്ടോ. To facilitate and provide good working environment. ഒന്നാമത്തെ എന്താ? ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടത് ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ? അത് ഓഡിറ്റില് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യം എന്താ? ടു ഫെസിലിറ്റേറ്റ് ആൻഡ് പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. നല്ലൊരു വർക്കിംഗ് അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക അല്ലെ? അതിനുള്ള സൗകര്യം നമ്മൾ സുഗമമാക്കുക. ടു ഫെസിലിറ്റേറ്റ് സുഗമമാക്കുക. ആൻഡ് ടു പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്. അതിനുള്ള സൗകര്യം ഒരുക്കുക, നല്ലൊരു വർക്കിംഗ് അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക.
ആർക്കുടെ റോൾ അത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യമാണ്. ഏതുമായിട്ട് ബന്ധപ്പെട്ട്? ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. ഒന്നാമത്തെ എന്താ? ടു ഫെസിലിറ്റേറ്റ്, സൗകര്യം ഒരുക്കുക, ആൻഡ് പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് എൻവയോൺമെന്റ്, നല്ലൊരു വർക്കിംഗ് അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക. അടുത്ത പോയിന്റ് നോക്കിയേ, ടു പ്രൊവൈഡ് ഫെസിലിറ്റേറ്റ് റിസോഴ്സസ് ആൻഡ് സ്മൂത്ത് സപ്ലൈ, സൗകര്യങ്ങളും വിഭവങ്ങളും ഒക്കെ റിസോഴ്സും ഒക്കെ സുഗമമായിട്ടുള്ള ഒരു വിതരണം, ആൻഡ് സ്മൂത്ത് സപ്ലൈ, അതിന്റെയൊക്കെ ഒരു ഫെസിലിറ്റികൾ, റിസോഴ്സസ്, ഇതിന്റെയൊക്കെ ഒരു സുഗമമായിട്ടുള്ള വിതരണം. ടു പ്രൊവൈഡ് ഫെസിലിറ്റേറ്റ് റിസോഴ്സസ് ആൻഡ് സ്മൂത്ത് സപ്ലൈ. To provide, facilitate resources and a smooth supply. Okay. To provide, facilitate resources and a smooth supply. അടുത്ത നോക്കിയേ. ഓക്കെ, അടുത്ത നോക്കിയേ. To motivate, to enable the medical care providers to work enthusiastically, സന്തോഷത്തോടുകൂടി മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സ്മാരെ ഉത്സാഹത്തോടു കൂടി പ്രവർത്തിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് അവരെ എന്ത് ചെയ്യുക? മോട്ടിവേറ്റ് ചെയ്യുക, അവരെ പ്രേരിപ്പിക്കുക. അതും ആര് ചെയ്യുന്നതാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുക. അവർക്ക് ഈ ഹെൽത്ത് കെയർ, മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക. എന്തിനു വേണ്ടി? നല്ല ഉത്സാഹഭരിതരായിട്ട്, അല്ലെ, നല്ല സന്തോഷത്തോടുകൂടി വർക്ക് ചെയ്യാനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യിക്കുക. ടു മോട്ടിവേറ്റ്, ടു എനേബിൾ ദ മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സ് ടു വർക്ക് enthusiastically, സന്തോഷത്തോടു കൂടി വർക്ക് ചെയ്യാനായിട്ട് മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക. അടുത്ത നോക്കിയ, ടു അറ്റൻഡ് പേഷ്യന്റ് കംപ്ലൈന്റ് ഗ്രീവിയൻസ് ബൈ ഗ്രീവിയൻസ് റിഡ്രസൽ കമ്മിറ്റി. ടു അറ്റൻഡ് പേഷ്യന്റ് കംപ്ലൈന്റ് പരാതിപ്പെടുക. ഗ്രീവിയൻസ്, പരാതിക്ക് പരിഹാരങ്ങള്, ഗ്രീവിയൻസ് റിഡ്രസൽ കമ്മിറ്റി. അതായത് നമ്മളെ ഗ്രീവിയൻസ് റിഡ്രസൽ കമ്മിറ്റി, പരാതി പരിഹാര കമ്മിറ്റികള്, അത് മുഖേന പേഷ്യൻസിന്റെ പരാതികള് അതില് ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ എന്താ, അത് പരിഹരിച്ചു കൊടുക്കുക, കംപ്ലൈന്റ്സ് പരിഹരിച്ചു കൊടുക്കുക. ഏത് മുഖാന്തരം? ഗ്രീവിയൻസ് റിഡ്രസൽ കമ്മിറ്റി, പരാതി പരിഹാര കമ്മിറ്റി. ഹോസ്പിറ്റലിലുള്ള എന്തെങ്കിലും കംപ്ലൈന്റ്സ്, പരാതികള്, അല്ലെ, അപ്പൊ അതൊക്കെ എന്താ പറയാ, അങ്ങനെ പരാതികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുന്നതിനുള്ള, അല്ലെ, കാര്യങ്ങള്, പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സ് അതിന് പരിഹരിക്കുന്നതിനുള്ള കാര്യങ്ങള് ചെയ്തു കൊടുക്കുക, പരിഹരിച്ചു കൊടുക്കുക. കംപ്ലൈന്റ്സ്. Then അടുത്ത, to edit and monitor media coverage or press notes ആണ് കേട്ടോ. പ്രസ് എന്നാണ്, PRESS എന്നാണ് കേട്ടോ. പ്രസ് നോട്ട്സ് ആണ്, പത്രക്കുറിപ്പുകൾ എന്നാണ് അവിടെ വരുന്നത്. To edit, monitor, to edit and monitor media coverage or press notes, പത്രക്കുറിപ്പുകള്, പ്രസ് നോട്ട്സ് എഡിറ്റ് ചെയ്യാനും അത് നിരീക്ഷിക്കാനും. To edit and monitor media coverage അല്ലെങ്കിൽ പ്രസ് നോട്ട്സ്, പത്രക്കുറിപ്പുകള്, പ്രസ് നോട്ട്സ്, ഇതൊക്കെ എഡിറ്റ് ചെയ്യാനും അതൊക്കെ മോണിറ്റർ ചെയ്യുക, അതിനൊക്കെ നിരീക്ഷിക്കാനും. To edit and monitor, എഡിറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. Then patient satisfaction survey to reveal the gray areas. ഗ്രേ ഏരിയ എന്ന് പറഞ്ഞാൽ അവ്യക്തമായിട്ടുള്ള ഏരിയ ആണ് കേട്ടോ, വ്യക്തമല്ലാത്ത ഏരിയ. അതായത് ഈ നമ്മുടെ ഹോസ്പിറ്റലിലെ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ സങ്കീർണമായിട്ടുള്ള അവ്യക്തമായിട്ടുള്ള ഏരിയകൾ മനസ്സിലാക്കി പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കാറുള്ളത്. അതായത് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ ഈ ഹോസ്പിറ്റലിലെ അവ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഏരിയകൾ റിവീൽ ചെയ്യാന്ന് വെച്ചാൽ എന്താ, മനസ്സിലാക്കുക.
ഏതിലൂടെ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ അവ്യക്തമായിട്ടുള്ള ഹോസ്പിറ്റലിലെ അവ്യക്തമായ ഏരിയകൾ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഏരിയകൾ റിവീൽ ചെയ്യാന്ന് വെച്ചാൽ മനസ്സിലാക്കുക. അടുത്ത നോക്കിയേ, ടു കണ്ടക്ട് എക്സിറ്റ് ഇന്റർവ്യൂ ആൻഡ് മേക്ക് ചേഞ്ചസ് ആസ് സജസ്റ്റഡ്. ഹോസ്പിറ്റലിൽ നിന്ന് നമ്മള് ലീവ് ചെയ്ത് പോകുന്ന എംപ്ലോയീസിലെ അവരിൽ നിന്ന് ഫീഡ്ബാക്ക് എടുക്കുന്നതാണ് കേട്ടോ എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. എക്സിറ്റ് ഇന്റർവ്യൂ അതായത് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ലീവ് ചെയ്യുന്ന പോകുന്ന എംപ്ലോയീസ് സ്റ്റാഫ് അവരിൽ നിന്ന് നമ്മൾ ഹോസ്പിറ്റലിലെ ഫീഡ്ബാക്ക് എടുക്കുന്നതാണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ടു കണ്ടക്ട് എക്സിറ്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക ആൻഡ് മേക്ക് ചേഞ്ചസ് ആർ സജസ്റ്റഡ്. എന്താണ്? മാറ്റങ്ങൾ കൊണ്ടുവരിക, നിർദ്ദേശിച്ച പ്രകാരം അവിടെ മാറ്റങ്ങൾ കൊണ്ടുവരിക. ആൻഡ് മേക്ക് ചേഞ്ചസ് ആർ സജസ്റ്റഡ്, സജസ്റ്റ് ചെയ്ത പ്രകാരം മാറ്റങ്ങൾ കൊണ്ടുവരിക. എക്സിറ്റ് ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക. എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്ന സ്റ്റാഫ് അവരിൽ നിന്നും എംപ്ലോയി അവരിൽ നിന്നും കളക്ട് ചെയ്യുന്ന അവരിൽ നിന്ന് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നതിനെയാണ് എക്സിറ്റ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? നിർദ്ദേശിച്ച പ്രകാരം മാറ്റങ്ങൾ കൊണ്ടുവരിക. Then to frame clear-cut objectives and policies. വ്യക്തമായ ലക്ഷ്യങ്ങളും നയങ്ങളും രൂപപ്പെടുത്തിയിരിക്കുക. To frame ചെയ്യുക. To frame clear-cut objectives and policies. വ്യക്തമായിട്ടുള്ള നമുക്ക് ലക്ഷ്യങ്ങളും നയങ്ങളും രൂപപ്പെടുത്തിയെടുക്കുക. ഇതൊക്കെ നമ്മുടെ ഇന്ത്യ ഓഡിറ്റില് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ പങ്കാണ്. അവർ ചെയ്യുന്ന റോളാണ്. ബൈഹാർട്ട് ചെയ്യേണ്ട, ഈ പോയിന്റ്സ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. എന്തൊക്കെ കാര്യങ്ങളാണ് ഓഡിറ്റില് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട പങ്ക് എന്താണ്, റോൾ എന്താണ് എന്നുള്ളത് പോയിന്റ്സ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. നമ്മൾ സൗകര്യം ഒരുക്കുക, നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക, നല്ലൊരു ജോലി അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക. അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. പിന്നെ അടുത്ത എന്താ? സൗകര്യങ്ങള്, റിസോഴ്സസ്, ഇതൊക്കെ നമ്മൾ സ്മൂത്ത് ആയിട്ട് സപ്ലൈ ചെയ്യുക, അതൊക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അടുത്തത് മെഡിക്കൽ കെയർ പ്രൊവൈഡേഴ്സിനെ വർക്ക് നല്ല രീതിയിൽ സന്തോഷത്തോടു കൂടി ചെയ്യാനായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക. പിന്നെ പേഷ്യൻസിന് ഇത് മുഖ്യാന്തരം ഒരു പരാതി പരിഹാര കമ്മിറ്റി, അത് മുഖ്യാന്തരം പേഷ്യൻസിന്റെ കംപ്ലൈന്റ്സ് അത് എന്ത് ചെയ്യുക? അത് പരിഹരിക്കുക. പിന്നെ ടു എഡിറ്റ് ആൻഡ് മോണിറ്റർ മീഡിയ കവറേജ് ഓഫ് പ്രസ് നോട്ട്സ്, എഡിറ്റ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. പിന്നെ നമ്മൾക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവ്യക്തമായ ഏരിയകൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേയിലൂടെ മനസ്സിലാക്കുക, റിവീൽ ചെയ്യുക. പിന്നെ എക്സിറ്റ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ നിർദ്ദേശിച്ച പ്രകാരം മാറ്റങ്ങൾ അവിടെ കൊണ്ടുവരിക. ടു ഫ്രെയിം ക്ലിയർ കട്ട് ഒബ്ജക്റ്റീവ്സ് ആൻഡ് പോളിസി, വ്യക്തമായ ലക്ഷ്യങ്ങളും നയങ്ങളും രൂപപ്പെടുത്തി എടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കുക. ഈ കുറച്ചും കൂടെ ഉള്ളൂ, നമുക്കത് അടുത്ത ക്ലാസ്സിൽ തീർക്കാം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തന്നെ കൃത്യമായിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമുക്ക് ഫോളോ ചെയ്ത് പോരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അതും ചെയ്ത് വെക്കാം. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ.